ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 21-ാം വാക്യം. എന്നാലിതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്, നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. സ്നേഹമുള്ളവരെ, പെസഹ ഭക്ഷണത്തിൻ്റെ രംഗമാണ്. ഈ രംഗത്തിൽ യേശു ക്രിസ്തു യൂദാസിനെയും അടുത്തിരുത്തുകയാണ്. അതേ മേശമേൽ തന്നെ ഒരു സ്ഥാനം ഒറ്റിക്കൊടുക്കുന്നവനും ക്രിസ്തു കൊടുത്തിട്ടുണ്ട് എന്നതാണ് ആ അത്താഴമേശയുടെ, പെസഹ അത്താഴമേശയുടെ ഹൈലൈറ്റ്. സ്നേഹമുള്ളവരെ, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ, എന്നെ തകർക്കാനുള്ളവരൊക്കെ, എൻ്റെ ജീവിതത്തിന് ഹാനികരമായി നിൽക്കുന്നവരൊക്കെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് അകലെ എന്ന് ചിന്തിക്കുന്ന, മാറ്റി നിർത്തുന്ന ഒരു സ്വാഭാവിക ട്രെൻഡും ശൈലിയുമൊക്കെ രൂപപ്പെടുമ്പോൾ ഈ ക്രിസ്തുമേശ വ്യത്യസ്തമാവുകയാണ്. പെസഹ മേശ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? സ്നേഹമുള്ളവരെ, ഒറ്റിക്കൊടുക്കുന്നവൻ്റെ മേശമേൽ, സ്നേഹമുള്ളവരെ, ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈയും ഈ മേശമേൽ തന്നെയുണ്ട്. ക്രിസ്തുവിൻ്റെ കൈയിരിക്കുന്നടുത്ത് തന്നെ, ആ വിരൽത്തുമ്പ് തൊടുമാറ് അത്രയും അടുത്ത് തന്നെ യൂദാസിൻ്റെ കരവും ഉണ്ട് എന്നതാണ്. സ്നേഹമുള്ളവരെ, കൃപയുടെ അടുത്ത് തന്നെ സാത്താൻ്റെ സ്വഭാവമുള്ളവനും അടുത്തുണ്ട് എന്നതാണ് ക്രിസ്തുമേശയുടെ സ്വഭാവം. ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാമായിരുന്നിട്ടും, എന്നെ ഇവൻ നശിപ്പിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ആ മേശമേൽ ഇടം കൊടുക്കുന്നവൻ്റെ പേരാണ് ക്രിസ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേശമേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സൗഹൃദങ്ങളുടെ മേശമേൽ ഒക്കെ അകലങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ക്രിസ്തുമേശ എത്രയോ അകലങ്ങളിലേക്കാണ് നിൽക്കുന്നത്. ക്രിസ്തു ഇനിയും ഒരുപാട് ദൂരെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ നിന്നും. സ്നേഹമുള്ളവരെ, അകലങ്ങളിലേക്കല്ല, അടുത്തടുത്ത്. അവൻ എന്നെ ഒറ്റിക്കൊടുക്കുമായിരിക്കും, അവൻ എന്നെ തകർക്കുമായിരിക്കും, പക്ഷേ ഞാൻ സ്നേഹിച്ചവനാണ് അവൻ എന്നതുകൊണ്ട് തന്നെ ക്രിസ്തു, അവന് പോരായ്മകളുണ്ട്, അവൻ്റെ കുറവുകളുണ്ട്, ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവം അവനുണ്ട്. എന്നാലും എൻ്റെ അപ്പക്കഷ്ണത്തിൻ്റെ ഓഹരി അവനിലേക്കും എത്തണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ഈശോ തൻ്റെ മേശയുടെ അരികത്ത് 11 പേർക്കുള്ളതുപോലെ തന്നെ ഒരു സ്ഥാനം ഒറ്റിക്കൊടുക്കുന്നവനും കൽപ്പിച്ചു കൊടുത്തു എന്നത്, സ്നേഹമുള്ളവരെ, ഇന്ന് ചിന്തയും ധ്യാനവുമേറെ നൽകുന്ന വിഷയമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.